എന്നാ അജയങ്ക വേറെ ക്യാമറ നോക്കി വന്നേക്കാണ്. എന്ത് പൊട്ടത്തരം കാണിച്ചില്ല ഇവിടെ കാണാൻ ഞാൻ ആളുണ്ടല്ലോ. നീ വേടാ മോളെ കളിച്ചോണ്ട് നിൽക്കാതെ വേഗം കുളിച്ചു കയറ്. എന്റെ മഞ്ജുളെ, ഈ നാട്ടിൽ എന്നെ പോലെ ഇത്രയും ഉത്തരവാദിത്തത്തോടെ ജീവിക്കുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടോ? നീ പറ. മാലിനിക്ക് എന്ത് പറ്റി? ഒരു വയ്യായിക. അതെ, ആലിൽ ആരോ കാണാൻ വന്നിരിക്കുന്നു. തുണി കഴുകിക്കണെങ്കിൽ വേഗം. നീ വെക്കോ, ഞാൻ വരാം. മക്കളെ, നിങ്ങൾക്ക് കഴിക്കാൻ വല്ലതുണ്ടാക്കണ? പറഞ്ഞു കേട്ടില്ലേ? വാടി ഇങ്ങോട്ട്. 3 വശത്തും മലകളാൽ ചുറ്റപ്പെട്ട വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത്. ഇവിടെ താമസിക്കുന്ന ആൾക്കാർ തികച്ചും സാധാരണക്കാരാണ്. ഇതാ നിങ്ങൾ അന്വേഷിച്ചു വന്ന കാശി. ഇയാളോ? എടാ, എന്നാ പിന്നെ തനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ താനാ കാശിന്ന്? അതിന് നിങ്ങൾ കാശി എവിടെയും ചോദിച്ചില്ലല്ലോ. ഞാൻ അവരൂർ കടവിൽ പോകുന്ന വഴിയല്ലേ ചോദിച്ചത്. അതിന് നിങ്ങൾ തമ്മിൽ നേരത്തെ കണ്ടായിരുന്നു. കണ്ടായിരുന്നു. ഈ ജൈവ കൃഷി എന്ന് പറയുന്നത് വെറുതെ അല്ല. മണ്ണിനെ ജൈവികമാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജൈവികമായ മണ്ണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ. എന്ന് വെച്ചാ ഈ കുരുപ്പ് കുത്തിയ മണ്ണ് ഇപ്പൊ എങ്ങും കാണാനില്ല. പിന്നെ രാസവളത്തിന്റെ അമിത പ്രയോഗം ജൈവികതയോ ഇല്ലാതാക്കി. ചൂണ്ടയിൽ കൊരുത്തിടാൻ ഒരു മണ്ണിരെ പോലും കിട്ടാതായി. അതായത് മണ്ണ് മരിക്കുകയാണെന്നർത്ഥം. നിങ്ങൾ വാ, ഈ കാശി എങ്ങനെയാണ് മണ്ണിൽ ജൈവികത ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്നറിയാം. ഇങ്ങനെയാണ് മണ്ണിരിക്കേണ്ടത്. കൃഷിഭൂമിയിൽ രാസവളം ഉപയോഗിക്കാൻ പാടില്ല. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുന്നുണ്ടോ? പഞ്ചായത്തിൽ നിന്നും കൃഷിഭവനിൽ നിന്നും എല്ലാ സഹായവും കിട്ടാറുണ്ട്. പ്രകൃതിയിൽ നിന്ന് ഇങ്ങോട്ട് നല്ലത് കിട്ടണമെങ്കിൽ പ്രകൃതിയെ തിരിച്ച് അങ്ങോട്ട് സ്നേഹിക്കണം. അതിനുവേണ്ട സഹായങ്ങളെല്ലാം സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒന്ന് വേഗം വാടാ. പഠിക്കട്ടോ ഉണ്ടായിച്ചാ പഠിക്കട്ടോ. നിങ്ങളോ? എടാവേ, രാത്രിയിൽ കമ്പനിക്കാരോ കൊണ്ട് ഇറക്കി വെച്ചിട്ട് പോയതാ. രാവിലെ നോക്കുമ്പോ പല്ലേം പാറ്റൊക്കെ ചത്തു കിടക്കണം. പണിക്കാർ സാവാതിരുന്നാ മതി. അതുങ്ങളോട് പോലെ കയ്യൊറയൊക്കെ ഇട്ട് പണിയാൻ പറയണം കേട്ടോ. ഇവന്റെ പെമ്പർനോത്ത് TV എവിടെ എവിടെ? കൃഷി ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള രാസവസ്തു ഉപയോഗിക്കാറില്ല. ഈ മഞ്ജുളയാണ് കാശി ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്നത്. കാശിക്ക് കൂടെ നിൽക്കുന്ന കാശിയല്ലേ? ഇവൻ ടിവിയിൽ കയറി പറ്റിയോ? പ്രവർത്തക കൂടിയാണ്. இதுக்குள்ள வெதமட்டோலே உங்க பொண்டாட்டி கூட இருக்கு. ഞാനേ ആ തെക്കെടുത്ത ചെറിയ കുന്നും കൂടി ഇങ്ങ് വാങ്ങി കേട്ടോ. പകുതിയും പുറപ്പോക്കാ. രാത്രിയും പകലുമായിട്ട് ഒരു മാസത്തെ പണി. ആ മണ്ണ് മുഴുവൻ ഇങ്ങ് പോരണം. അതപ്പടി നമ്മ 2 ലോറി വെച്ച്. എടാ, എത്ര വണ്ടി വേണമെങ്കിലും നീ പുറത്തുനിന്ന് വാടകയ്ക്ക് എടുത്തോ. എനിക്ക് കാര്യം നടക്കണം. ശരി, അത്രേ ഉള്ളൂ. നന്ദിച്ചല്ലേ. என்ன அஜய் இப்படி இருக்கு? நேத்து நான் சொன்னது கரெக்ட் தான். என்ன கரெக்ட் தான்? உங்க பொண்டாட்டி இல்லையா, அவர் அந்த காசை சேர்த்து ஏற்கனவே நான் பார்த்துருக்கேன். ஒன்று பாரு ஜெய், அந்த காசை வந்து சின்ன பையன் பார்த்தாலே உங்கள தான் சூப்பர். அப்படி இருக்கும்போது அவளை வந்து നീ കുറെ നാളാണ് അവനെ ചേർത്ത് അവളെ പറ്റി പറയണ. ഇനിയെല്ലാം പറഞ്ഞില്ലല്ലോ, നിന്നെ കൊണ്ട് ഞാൻ ജയിലിൽ പോകും. என்ன இது? நான் ஜோக்கு சொன்னது போல. வா. രാവിലെ കുളിക്കാനായി പുഴക്കര ചെന്നപ്പോ അവിടെ മൊത്തം ടിവിക്കാര്. നമ്മള് കുളിക്കുന്നെങ്ങാനും ടിവിയിൽ വന്നാ മാനം പോയില്ലേ? ടിവിക്കാരാ? അതേനെ, മണ്ണരയും കുഴിയാനേന്നും പറഞ്ഞു നടക്കുന്ന ആ കാശിയില്ലേ, കാശിയുടെ പടം പിടിക്കാൻ വന്നവരാ. 2 ദിവസം എന്നെ മണം അടിച്ചാൽ നേരെ ആശുപത്രിയിലോട്ട് പോവാം. അവിടുന്ന് മൂക്കി പഞ്ചോച്ച് സെമിത്തേരിയിലോട്ട്. அப்படி ஒன்னும் சொல்ல. ആ മഞ്ജുളയും കാശി ഒട്ടിച്ചേർന്ന് കഥ പറയുന്നത് കണ്ടപ്പോ എന്റെ നെഞ്ചൊന്ന് കത്തി. എന്റെ പൊന്നജിയ, ഇതൊക്കെ ഞാൻ നിന്നോട് എങ്ങനെ പറയും? നീ ഒന്നും പറയണ്ടേ? എങ്ങനെ പറയണം? അതെ, നിന്നത് കെട്ടിപ്പിടിച്ചെന്നല്ലല്ലോ, ഒന്ന് ചേർന്ന് നിന്ന ഇടിച്ചു വീണ് ആകാശം ഇടിച്ച് വീട്ട് കേട്ടാ. വിഷം നിറച്ച കുപ്പിയാണ് വെച്ചിരിക്കണ. അത് പൊട്ടിച്ച് അണ്ണാക്കി ഒഴിക്കും ഞാൻ. എനിക്ക് എന്റെ ഭാര്യ നന്നായിട്ട് അറിയാം. എനിക്ക് അവളെ നല്ല വിശ്വാസമാണ്. ഇവിടെ ഇടി ഞാൻ അവള് ചോറും കറിയും പോലെ അടി. അതിനകത്ത് ടാപ്പ് നോക്കിയാ വരരുത് കേട്ടേ. ഉപ്പ് കൊഞ്ചം ജാസ്തി. നീ അവിടെ എന്നെ ചുപ്പിടാൻ പറഞ്ഞ ചവിട്ടി കൂട്ടി കൈ കെട്ടിട്ടാ ഞാൻ. നിനക്ക് ചവച്ചിട്ടുണ്ടേ.
വെച്ചിട്ടുണ്ട് നിൽക്കടാ, പണിയെടുക്കടാ. എല്ലാത്തിനും വെച്ചിട്ടുണ്ട്. ഹാ. ദാ, ഇങ്ങനെ വേണം സ്പ്രേ ചെയ്യാൻ. അവിടെ കയ്യിൽ വല്ല ഗ്ലൗസ് ഇട്ട് വേണം, അല്ലെങ്കിൽ വിഷം വിളിച്ചാൽ തട്ടിപ്പോവും. അവിടെ രാജേ മുരളി നീ വന്നേ. ആ വായോഗിക്കാ പറഞ്ഞോടാ. சரி ஆ கொடு கொடு അത് അവർ ചെയ്തോളൂ. இங்க கொடு தா இப்படி இப்படி ആ എടാ അജയ, ആ കാണുന്ന കുന്നില്ലേ, അത് ഞാനിങ്ങ് വാങ്ങിച്ചു. ആദ്യം നമ്മൾ ആ മണ്ണെടുത്ത് അങ്ങ് മാറ്റും. പിന്നെ ഇതുപോലെ തന്നെ കൈതയൊക്കെ അങ്ങ് കൃഷി ചെയ്യാം. നിനക്കൊക്കെ കുറച്ച് ദിവസം പണി കൂടി ആവട്ടാവേ. അതിപ്പോ മുതലാളി, ആ മലയിടിച്ചാലേ മണ്ണ് കൊണ്ടുപോകണം ഞങ്ങളെ കടയിൽ കൂടെ അല്ലേ? അതെ, നാട്ടുകാർ സമ്മതിക്കാൻ തോന്നണ്ടാ? എടാ അത് നീ വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ടോടാ? അതിനല്ലേ ഞാൻ നിന്നെ ഇതല്ലേ ഏൽപ്പിച്ചത്. നീ വിചാരിച്ച നടക്കൂടാ. നീ ആരാ? പെട്ടെന്ന് കേട്ടടാ, ലോഡ് ഒരുപാട് കൊണ്ടുപോകണ്ട്. ആ കേരള മണി. പോട്ടാ. ആ ആ ആ அஞ்செண்ணம் முடிச்சு ഓ ചവിട്ടി വിട.